ഇന്നത്തെ ടോപ്പിക് സന്ധിവാതം. സന്ധിവാതം വരാൻ പല കാരണങ്ങളുണ്ട്. ഇന്നത്തെ ടോപ്പിക് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ഒരു ഡിഫക്റ്റ് കാരണം വരുന്നൊരു സന്ധിവാതത്തിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നൗ റഫ്ലി നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ടൈപ്പുണ്ട്. ആദ്യത്തെ ടൈപ്പ് നമ്മളുടെ ബോഡിയുടെ മിഡിൽ, അതായത് നമ്മുടെ നട്ടലും ഇടുപ്പിൻ്റെ എല്ലും നമ്മുടെ പെൽവിസൊക്കെ എഫക്റ്റ് ചെയ്യുന്ന സന്ധിവാതങ്ങളാണ്. രണ്ടാമത്തെ ടൈപ്പ് നമ്മളുടെ കൈയും മുട്ടും, കാലിൻ്റെ മുട്ടും കൈയുടെ മുട്ടും എഫക്റ്റ് ചെയ്യുന്ന സന്ധിവാതങ്ങളാണ്. ഇതാണ് റഫായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. നൗ ഇതിൻ്റെ ഡയഗ്നോസിസ്, ഇത് കണ്ടുപിടിക്കണം, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഇതും തന്നെ രണ്ടായിട്ട് ട്രീറ്റ്മെൻറ്റ് 2 സ്റ്റെപ്പായിട്ട് പോവാം. ആദ്യം ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, പിന്നെ സർജറി ട്രീറ്റ്മെൻറ്റ്. എൻ്റെ അടുത്ത് സന്ധിവാതങ്ങളുള്ള പേഷ്യൻസ്, അത് പ്രതിരോധ ശേഷിക്ക് പ്രോബ്ലം ഉള്ള പേഷ്യൻസ് എങ്ങനെ വരേണ്ട അടുത്ത് ഒരു വൈകല്യമായിട്ടാണ്. ഒന്നെങ്കിൽ വിരലിങ്ങനെ മടങ്ങിയിട്ടുണ്ടാവും, കൈ ഇങ്ങനെയാവും, അല്ലെങ്കിൽ മുട്ട് സ്റ്റിഫായിട്ടുണ്ടാവും, വാദം വന്നിട്ട് ജോയിൻറ്റ് സ്റ്റിഫായിട്ടുണ്ടാവും. സോ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ ജോയിൻറ്റ് സ്റ്റിഫായെന്ന് വിചാരിച്ചോ, വാദം കാരണം ഇത് സ്റ്റിഫായാൽ ഡെഫിനറ്റ്ലി എനിക്ക് നേരെയാക്കേണ്ടി വരും. പക്ഷേ നേരെയാക്കുന്ന മുമ്പ് ഇത് വീണ്ടും വരാതിരിക്കാൻ നമുക്ക് മരുന്നുകൾ തുടങ്ങണം. അതാണ് ഞാൻ പറഞ്ഞ മെഡിക്കൽ സൈഡിൻ്റെ ഇതിൽ. സോ മരുന്ന് വെച്ച് ചികിത്സിക്കണം, സർജറി വെച്ചും ചികിത്സിക്കണം. മരുന്ന് മാത്രം കഴിച്ചാൽ മുട്ട് സ്ട്രേറ്റ് ആവില്ല, കാരണം ജോയിൻറ്റ് ഓൾറെഡി ഇൻവോൾവ് ആണ്. സോ പേഷ്യൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ നമുക്ക് മെഡിസിൻസ് മാത്രമല്ല സർജറിയും വേണ്ടി വരും. അതാണ് എൻ്റെ റോൾ, വൈകല്യങ്ങൾ വരാതിരിക്കാൻ. അഥവാ വൈകല്യം വന്നാൽ അത് ചികിത്സിക്കാൻ. മെഡിസിനിൽ തന്നെ വേറെ വിഭാഗം റൂമറ്റോളജി എന്ന് പറയും. ഈ ടൈപ്പ് വാദങ്ങൾ, അതായത് നമ്മൾ പ്രതിരോധ ശേഷിക്ക് താഴ്ച വരുന്ന ഒരു ഡിസീസ് ചികിത്സിക്കാൻ മെഡിസിനിൽ തന്നെ വേറെ വിഭാഗമുണ്ട്. റൂമറ്റോളജി എന്ന് പറയും. സോ ഇങ്ങനെ വരുമ്പോൾ ഒരു കമ്പൈൻഡ് ട്രീറ്റ്മെൻറ്റാണ്. മെഡിക്കൽ സൈഡ് വേറെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യും. ഡിസീസ് ഒരുവിധം സെറ്റിലാവുമ്പോൾ ഞാൻ ഇടപെടും. സോ വീണ്ടും ഞാൻ പറയാം, സന്ധിവാതം വരാൻ പല കാരണം കൊണ്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് ഒരു റഫ് ഐഡിയ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. താങ്ക് യു.